സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറെ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറെ വെറും പ്രഹസനങ്ങൾ മാത്രമായിട്ട് എനിക്ക് തോന്നുന്നത്. ആകാശത്തേക്ക് ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ ഒരാളെ കൂടി കാണാൻ പറ്റണം. ഒരു മാസം മുമ്പ് 1 മണിക്കൂറിനുള്ളിൽ ഞാൻ നൽകിയ ഒരു ഇന്റർവ്യൂവിൽ നിന്നും ചില ഭാഗം അപ്പൊ തുടങ്ങാല്ലേ. പിന്നെ എടാ, ഇത് ഈ ലോകത്തുള്ള എല്ലാ ജീവികളും പ്രസവിക്കുമായിരുന്നു. ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ. പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം, ആ സ്ത്രീ അവള് പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ചോടെ വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാം തുറന്നു പറയുന്ന പ്രകൃതക്കാരന കേട്ടോ. ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറെ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറെ രക്ഷകർത്താക്കളെ ഇത് ഇങ്ങനെ പ്രഷർ കയറ്റി വെച്ച് അണ്ണന്റെ ഈ പ്രസ്താവന കാരണം അണ്ണൻ മൂഞ്ചി നാറിയിട്ടുണ്ടെങ്കിലും അതോടുകൂടി ആദ്യ കയറി പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ തന്നെ എനിക്കെന്തോ മാരക രോഗമാണെന്ന് ഒരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് ഇതിനെ ഇങ്ങനെ പേടിപ്പിച്ച് 9 മാസം ഇതിന് പ്രസവിക്കാനും പറ്റാതെ സിസേറിയനുമായി ആകെ കോംപ്ലിക്കേറ്റഡ് ആക്കി വെക്കും. ഇത് പണ്ട് തൊട്ടേ നമ്മളിങ്ങനെ കൊച്ചു കാര്യങ്ങളിലൊക്കെ ഇത്രയും സുരക്ഷ കൊടുത്ത് വരുന്നുണ്ട്. ഇവിടെ ശിശുമരണ നിരക്ക് നാച്ചുറലി കുറവായിരുന്നു. പക്ഷെ അട്ടപ്പാടിയിൽ ഈ അടുത്ത കാലത്ത് ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പണ്ടത്തുള്ളവര് പറയുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നല്ല. അങ്ങേര് മറ്റേ സിനിമയില്ലേ വെറുതെ ഒരു ഭാര്യ, അതിലത്തെ ജയറാമിന്റെ സെയിം ക്യാരക്ടറാന്ന് തോന്നുന്നുണ്ട്. അതേ ഡയലോഗ് എടുത്താണ് പുള്ളി പറയണത്. ആരോഗ്യം എന്റെ ഒരു അമ്മായി അതെ പൂർണ്ണ ഗർഭിണി എന്ന് കേക്ക്. പൂർണ്ണ ഗർഭിണി നെല്ല് കുത്തിക്കൊണ്ടിരുന്നപ്പോൾ പ്രസവവേദന വന്നത്. ആ ഒലയ്ക്ക് അങ്ങോട്ടൊന്ന് ചാരി വെച്ചിട്ട് അപ്പുറത്തെ മുറിയിൽ പോയി കുഞ്ഞിനെ പെറ്റിട്ടിട്ട് ഇപ്പുറത്തേക്ക് വന്നിട്ട് അമ്മായി ഒരൊറ്റ ചോദ്യ, എന്താണ് ആ ബാക്കി നെല്ലും കൂടെ ഞാൻ കുത്തണോന്ന്. അപ്പൊ അവിടെ നിന്നവര് പറഞ്ഞു, അമ്മായി ഇപ്പൊ പ്രസവിച്ചല്ലേ ഉള്ളൂ, ഒന്ന് പോയി റെസ്റ്റ് എടുത്തോളാൻ. അതാ ഫാമിലി പറയുന്ന കേട്ടാ തോന്നും ഇങ്ങേര് വല്ല ഡോക്ടറോ അല്ലെ ഇങ്ങേര് 10 പ്രസവിച്ച പോലെ ഉണ്ട് കേട്ട് കഴിഞ്ഞാൽ. ഇങ്ങനത്തെ ഒരു ഭാര്യയുടെ അവസ്ഥ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിനൊക്കെ സഹിക്കണ്ടേ. ഒരുമിച്ച് തരണം ചെയ്ത പ്രതിസന്ധി. ഒരുമിച്ചല്ല, ഒറ്റയ്ക്കായിരുന്നു ഇതെല്ലാം തരണം ചെയ്തോണ്ടിരുന്നത്. അവള് ഒന്നും പ്രതിസന്ധികളൊന്നും അവൾ ഒരുമിച്ച് ഒന്നും അറിയില്ല എന്ന് അങ്ങനെ പറഞ്ഞു ലക്ഷ്മി. ഒരുമിച്ച് തരണം ചെയ്ത പ്രതിസന്ധിയുള്ളൂ പിള്ളേരുണ്ടായ കാര്യം, വേറെ ഒന്നുമില്ല. സത്യം, വേറെ ഒന്നുമില്ല ലൈഫിൽ. അങ്ങനെ നീ പറയാതാടി ഒരുമിച്ച് നമ്മൾ തരണം ചെയ്തു കള്ളി. പിള്ളേരെന്തോ തരണം ചെയ്തേ? അതൊരു പ്രതിസന്ധി ആയിരുന്നോ? അതല്ല, പിള്ളേരുണ്ടായ കാര്യം, അതിന് മാത്രം നമ്മൾ രണ്ടും ഒരുമിച്ച് ചെയ്തൊരു കാര്യം. അതല്ലാതെ ഒരു കാര്യവും ഇല്ല, സത്യമായിട്ടും ഇല്ല. അപ്പൊ എന്ത് സ്വന്തം ഭാര്യനെ ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്ന് നാറ്റിക്കാൻ അണ്ണന് മാത്രമേ പറ്റുള്ളൂ. കംപ്ലൈന്റ് മാത്രല്ല, ആകാശത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചന്ദ്രനും നക്ഷത്രവും പിന്നെ വേറൊരാളും കൂടി ഉണ്ട്, അഖിലേട്ടനും അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ അത്രയും എയറിലായിട്ടാണ് ഇപ്പൊ ആളുടെ അവസ്ഥ. പ്രസവം ഈസി അല്ലല്ലോ. കാരണം പണ്ട് നമ്മള് ഒരു എന്താ പറയാ നാടൻ രീതിയിലൊക്കെ പ്രസവിച്ച കാലഘട്ടമുണ്ട്. പണ്ടത്തെ കാലഘട്ടത്തെ സിനിമകളിലേക്ക് കാണാം, ഇപ്പോഴും കാണാം സിനിമകളിലൊക്കെ. അപ്പോ ഇപ്പോ വിദ്യ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് ഒക്കെ കൂടി. അപ്പോ എന്തായാലും അതിനനുസരിച്ച് മാറ്റം വരുമല്ലോ. പ്രസവം എന്ന് പറയുന്നത് സിമ്പിൾ അല്ലല്ലോ, വെറൈറ്റി അല്ലല്ലോ, അതൊരു സീരിയസ് ആയിട്ടുള്ള കാര്യം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഏറ്റവും തോൽവി അഖിലേട്ടനാ. ഓ ഇല്ല, ഞാനും എന്റെ മോളിനി അടുത്ത ആഴ്ചയെ വരുത്തുള്ളു. ജാനച്ചി, സുശീല എന്നാ വരുന്നേ? ആ അതെയോ. അമ്മ കഞ്ഞി കുടിച്ചമ്മ? കുടിച്ച്. ഞാനിപ്പോ വരാം. ഇങ്ങോട്ട് പോന്നു. ഭയങ്കര പ്രസവ വേദന, ഒന്ന് പ്രസവിച്ചിട്ട് വരാം. ആ ശരി. അപ്പൊ ഈ നെല്ലാരും കൊത്തു? ഞാൻ പ്രസവിച്ചിട്ട് വരാം, വന്നിട്ട് ഞാൻ കുത്തി. ആ ശരി. കാരണം ജാസി ഊക്കി, ഈ പറയുന്ന പോലെ AGP ഊക്കി, എല്ലാരും ഊക്കാണ്. ഇത്രയും ബുദ്ധിയും വിവരവും ഇങ്ങർക്ക് ഇല്ല എന്നാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത്. ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ. പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം, ആ സ്ത്രീ അവള് പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ചോടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറെ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറെ രക്ഷകർത്താക്കളെ ഇത് ഇങ്ങനെ പ്രഷർ കയറ്റി വെച്ച് അതോടുകൂടി ആദ്യ കയറി പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ തന്നെ എനിക്കെന്തോ മാരക രോഗമാണെന്ന് ഒരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇതിനെ ഇങ്ങനെ പേടിപ്പിച്ച് 9 മാസം ഇതിന് പ്രസവിക്കാനും പറ്റാതെ സിസേറിയനുമായി ആകെ കോംപ്ലിക്കേറ്റഡ് ആക്കി വെക്കും. സ്ത്രീകൾ പ്രസവം ഇപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് കുറെ റീലുകൾ വന്നിട്ടുണ്ട്. ഭയങ്കര കോമഡി. എന്തായാലും എന്റെ ഒരു അമ്മായി പൂർണ്ണ ഗർഭിണി നെല്ല് കുത്തിക്കൊണ്ടിരുന്നപ്പോൾ പ്രസവവേദന വന്നത്. ആ ഒലയ്ക്ക് അങ്ങോട്ടൊന്ന് ചാരി വെച്ചിട്ട് അപ്പുറത്തെ മുറിയിൽ പോയി കുഞ്ഞിനെ പെറ്റിട്ടിട്ട് ഇപ്പുറത്തേക്ക് വന്നിട്ട് അമ്മായി ഒരൊറ്റ ചോദ്യ, എന്താണ് ആ ബാക്കി നെല്ലും കൂടെ ഞാൻ കുത്തണോന്ന്. ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്റർ, പോസ്റ്റ്മോർട്ടം അങ്ങനെ ഓരോ പേരും കൊടുത്ത് കോംപ്ലിക്കേറ്റഡ് ആക്കിക്കൊണ്ടിരുന്നത്. പ്രിയമുള്ളവരെ നമസ്കാരം.
ഒരു മാസം മുമ്പ് 1 മണിക്കൂറിന് മുകളിൽ ഞാൻ നൽകിയ ഒരു ഇന്റർവ്യൂവിൽ നിന്നും ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് സോഷ്യൽ മീഡിയ ആഘോഷിക്കുകയാണ്. നിങ്ങൾ ആഘോഷിച്ചോളൂ, നിങ്ങൾ എന്നെ ആക്രമിച്ചോളൂ, നിങ്ങൾ എന്നെ ആക്ഷേപിച്ചോളൂ, ഇതിലൊന്നും എനിക്ക് വ്യക്തിപരമായി യാതൊരു പരാതിയുമില്ല. പക്ഷേ സ്ത്രീകൾ എൻജോയ് ചെയ്തിരുന്നു എന്ന് ഞാൻ പറഞ്ഞ ആ എൻജോയ് എന്ന വാക്കും അതൊരു പക്ഷേ ഇംഗ്ലീഷ് ഭാഷയിലുള്ള എൻ്റെ പ്രാവീണ്യക്കുറവാകാം, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച തലത്തിലല്ല അത് പുറത്തേക്ക് വന്നത് എന്നുള്ളതുണ്ടാവാം. ഞാൻ കൃത്യമായി പറഞ്ഞത് അമ്മയാകാൻ കൊതിക്കുന്ന നിമിഷത്തിന്റെ ആനന്ദം എന്ന അർത്ഥത്തിലാണ്, അല്ലാതെ പ്രസവം എന്ന് പറയുന്ന വേദന നിറഞ്ഞ ഒരു പ്രവൃത്തിയല്ല ഞാൻ അവിടെ പറയുന്നത്. ഒരു മനുഷ്യന് മാതൃത്വത്തിനൊരു ലഹരിയുണ്ട്, പിതൃത്വത്തിനൊരു ലഹരിയുണ്ട്. അത് ആസ്വദിക്കണമെങ്കിൽ ഒരു നല്ല പിതാവായ നിമിഷങ്ങൾ എൻജോയ് ചെയ്യാൻ കഴിയണം, ഒരു നല്ല മാതാവായ നിമിഷങ്ങളെ ആസ്വദിക്കാൻ കഴിയണം. താനൊരു അമ്മയാകാൻ പോകുന്നു എന്ന നിമിഷത്തിന്റെ ആനന്ദം, അല്ലെങ്കിൽ ആ നിമിഷത്തിന്റെ ആത്മനിർവൃതി, അത്രയും വേദന അവളെ സഹിക്കാനും ആ വേദന അവൾക്ക് സന്തോഷം നൽകുന്ന ഒന്നായി മാറുന്നത് താനൊരു അമ്മയാകാൻ പോകുന്നു എന്ന നിമിഷത്തിന്റെ ആ ഒരു ആത്മനിർവൃതിയിലാണ്. ഞാൻ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് അതാണ്. ഇവിടെ വീണോടുത്ത് കിടന്ന് ഉരുളണതാണ് എന്റെ മെയിൻ പരിപാടിയാണല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം, ആ സ്ത്രീ അവളെ പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ചോടെ വെച്ചിട്ടുണ്ട്. എന്ത് രസമായിരുന്നു അമ്മ. എന്തായി? കഴിഞ്ഞു. എന്നിട്ട് കൊച്ചെ ഞാൻ അതേ കട്ടയിൽ ഇട്ടിട്ടുണ്ട്, ഒന്ന് തടച്ചെടുത്തേക്കെ. ഇവിടെ എന്തെങ്കിലും പണിയുണ്ടോ? എനിക്ക് പണിയെടുക്കാൻ തോന്നുന്നു. പിന്നെ കുറച്ച് പാത്രങ്ങൾ അയ്യാ തീർച്ചയൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ കുറച്ച് വിറക് വെട്ടാനുണ്ടാ മതിയാ. ഉള്ള വിറകും പോന്നോട്ടെ, എനിക്ക് പണിയെടുക്കാനായിട്ട് മുട്ടോ. വീഡിയോ ആയിട്ട് വരാം. ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കാലത്തോളം ഞാൻ സത്യം സംസാരിക്കും. അതിലൊന്നും നിങ്ങൾക്ക് ആർക്കും എന്നെ തടയിടാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.